റിസൾട്ട്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. ആസ് എ റിസൾട്ട് ഓഫ് ദ റവല്യൂഷൻ, റഷ്യ വിഡ്രൂ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. അതാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഒരു പ്രധാന ഫലം. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് 1917 റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത്. വിഡ്രൂ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ വിഡ്രൂ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. രണ്ടാമത്തെ ഫലം, seized out the land owned by landlords and distributed among the peasants. റഷ്യയിലെ ജന്മിമാരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമിയെല്ലാം സർക്കാർ ഏറ്റെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. seized out the land owned by landlords and distributed it among the peasants. റഷ്യയിലെ ജന്മിമാരുടെ കൃഷിഭൂമി സർക്കാർ പിടിച്ചെടുക്കുകയും ഏറ്റെടുക്കുകയും അത് റഷ്യയിലെ ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു, വിതരണം നടത്തുകയും ചെയ്തു. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. റഷ്യയിലെ പുതിയ ഗവൺമെന്റ് പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു. പബ്ലിക് സെക്ടർ, ഗവൺമെന്റ് മേഖല, പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ, പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, കേന്ദ്രീകൃത ആസൂത്രണം റഷ്യയിൽ നടപ്പിലാക്കി. അച്ചീവ്ഡ് ഡെവലപ്മെന്റ്സ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇക്കോണമി. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും സമ്പദ് വ്യവസ്ഥയിലും റഷ്യ പുരോഗതി കൈവരിച്ചു. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് റഷ്യ സയൻസ്, സാങ്കേതിക വിദ്യ, സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ പുരോഗതി നേടി. അച്ചീവ്ഡ് ഡെവലപ്മെന്റ്സ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇക്കോണമി. As a result of the revolution, a new constitution came into force in Russia in 1924. 1924 റഷ്യയിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 1924 റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് റഷ്യയിൽ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന നിലവിൽ വന്നു. എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ came into force in Russia in 1924. USSR, Union of Soviet Socialist Republics. അതാണ് USSRന്റെ ഫുൾ ഫോം. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്. സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുകളുടെ യൂണിയൻ ഫോം ചെയ്യപ്പെട്ടു, രൂപീകരിക്കപ്പെട്ടു. ലോകത്തിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് USSR. USSR was formed by consolidating different Soviet socialist republics. സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുകളെ കൂട്ടിച്ചേർത്ത് USSR എന്ന ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. USSR was formed by consolidating, കൂട്ടിച്ചേർക്കുക, consolidating different Soviet socialist republics. Spread of socialist ideas all over the world. Spread socialist ideas all over the world. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് ലോകം മുഴുവൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. സ്പ്രെഡ് സോഷ്യലിസ്റ്റ് ഐഡിയാസ് ആൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. സ്പ്രെഡ് സോഷ്യലിസ്റ്റ് ഐഡിയാസ് ആൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. ഇവയാണ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന ഫലങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. റിസൾട്ട്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന ഫലങ്ങളേവ. ഒന്നാമത്തത്, റഷ്യ വിഡ്രൂ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യ വിഡ്രൂ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. seized out the land owned by landlords and distributed it among the peasants.
ജന്മിമാരുടെ കൃഷിഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ഓൺഡ് ബൈ ലാൻഡ് ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇറ്റ് എമംഗ് ദ പെസൻസ്. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകി. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഇൻ റഷ്യ. റഷ്യയിൽ കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. അച്ചീവ്ഡ് ഡെവലപ്മെന്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇക്കോണമി. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സമ്പദ് വ്യവസ്ഥ എന്നീ മേഖലകളിൽ റഷ്യ പുരോഗതി നേടി. അച്ചീവ്ഡ് ഡെവലപ്മെന്റ്സ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇക്കോണമി. A new constitution came into force in Russia in 1924. 1924 റഷ്യയിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. A new constitution came into force in Russia in 1924. USSR was formed by consolidating different Soviet Socialist Republics. സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുകളെ കൂട്ടിച്ചേർത്ത് USSR എന്ന രാഷ്ട്രം രൂപീകരിച്ചു. ഫോർമേഷൻ ഓഫ് USSR. USSR was formed by consolidating different Soviet Socialist Republics. Spread of socialist ideas all over the world. റഷ്യൻ വിപ്ലവത്തിന്റെ ഫലമായി, as a result of Russian Revolution, socialist ideas spread all over the world. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന്, റഷ്യൻ വിപ്ലവത്തിന്റെ ഫലമായി ലോകമെമ്പാടും, ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. സ്പ്രെഡ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയാസ് ആൾ ഓവർ ദ വേൾഡ്. ദീസ് ആർ ദ റിസൾട്ട്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ. ചൈനീസ് റവല്യൂഷൻ. ചൈനീസ് വിപ്ലവം. ചൈനയിൽ 2 വിപ്ലവങ്ങൾ നടന്നു. ആദ്യത്തെ വിപ്ലവം 1911 രണ്ടാമത്തേത് 1949. അങ്ങനെ 2 വിപ്ലവം. ചൈനയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ചൈനയിൽ കറുപ്പ് കൊണ്ടുവന്ന് വിറ്റ് കൊള്ളലാഭം ഉണ്ടാക്കിയത്. അതായത് ബ്രിട്ടീഷ് കച്ചവടക്കാർ ചൈനയിൽ കറുപ്പ് വ്യാപാരം നടത്തി ചൈനയിൽ കറുപ്പ് കൊണ്ടുവന്ന് വിറ്റ് കൊള്ളലാഭം ഉണ്ടാക്കിയിരുന്നു. കറുപ്പ് എന്നത് ഒരു ഡ്രഗാണ്, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗാണ്, ഒരു ലഹരി പദാർത്ഥമാണ്. കഞ്ചാവ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഹാഷിഷ്, കഞ്ചാവ് എന്ന് പറയുന്ന പോലുള്ള ഒരു ലഹരി പദാർത്ഥമാണ് ഓപ്പിയം. മലയാളത്തിൽ കറുപ്പ് എന്ന് പറയും. ഇതിനെ ചൊല്ലി ബ്രിട്ടനും ഇംഗ്ലണ്ടും ബ്രിട്ടനും അല്ലെങ്കിൽ ഇംഗ്ലണ്ടും ചൈനയും തമ്മിലുണ്ടായ യുദ്ധമാണ് ഓപ്പിയം വാർ. ബ്രിട്ടന്റെ മറ്റൊരു പേരാണ് ഇംഗ്ലണ്ട്. ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ടും ചൈനയും തമ്മിലുണ്ടായ യുദ്ധമാണ് ഓപ്പിയം വാർ. ഈ വാറിൽ, ഇൻ ദിസ് വാർ, ബ്രിട്ടൻ ഡിഫീറ്റഡ് ചൈന. ഓപ്പിയം വാറിൽ ബ്രിട്ടൻ ചൈനയെ പരാജയപ്പെടുത്തി. ഇൻ ദി ഓപ്പിയം വാർ ബ്രിട്ടൻ ഡിഫീറ്റഡ് ചൈന. ചൈനയിൽ അന്നത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ നടപ്പിലാക്കിയ ഒരു നയമാണ് ഓപ്പൺ ഡോർ പോളിസി. ചൈനയിൽ അമേരിക്ക നടപ്പിലാക്കിയ നയമാണ് ഓപ്പൺ ഡോർ പോളിസി. മലയാളത്തിൽ തുറന്ന വാതിൽ നയം. ഓപ്പൺ ഡോർ പോളിസി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ചൈന ബൈ അമേരിക്ക. അമേരിക്ക ചൈനയിൽ നടപ്പിലാക്കിയ ഒരു പോളിസിയാണ്, നയമാണ് ഓപ്പൺ ഡോർ പോളിസി. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ബോക്സർ റെബല്യൻ. എന്താണ് ബോക്സർ കലാപം? ദ മഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന. ചൈന ഭരിച്ച അവസാനത്തെ രാജവംശമാണ് മഞ്ചു രാജവംശം. ദ മഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫോർവേഡ് ഫോറിൻ ഇന്റർവെൻഷൻ ആൻഡ് ഡോമിനേഷൻ. ചൈന ഭരിച്ച മഞ്ചു രാജവംശം, മഞ്ചു ഡൈനാസ്റ്റി, ചൈനയിലെ അവസാനത്തെ രാജവംശമാണ് മഞ്ചു ഡൈനാസ്റ്റി. മഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫോർവേഡ് ഫോറിൻ ഇന്റർഫറൻസ് ആൻഡ് ഡോമിനേഷൻ. ചൈന ഭരിച്ച മഞ്ചു രാജവംശം വിദേശികൾ ചൈനയിൽ ഇടപെടുന്നതിനെയും വിദേശ രാജ്യങ്ങൾ ചൈനയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനെയും വിദേശികളുടെ ഇടപെടലിനെയും വിദേശികളുടെ ആധിപത്യത്തെയും മഞ്ചു രാജവംശം സപ്പോർട്ട് ചെയ്തു, ഫേവർ ചെയ്തു, അനുകൂലിച്ചു. Some secret organizations in China revolted against it. എന്നാൽ മഞ്ചു രാജവംശത്തിൻ്റെ ഈ നയത്തിനെതിരെ ചൈനയിലെ അവസാനത്തെ രാജവംശമായ മഞ്ചു രാജവംശം വിദേശികളുടെ ഇടപെടലിനെയും വിദേശികളുടെ ആധിപത്യത്തെയും അംഗീകരിച്ചു. വിദേശികളുടെ ഇടപെടലിനെയും വിദേശികളുടെ ആധിപത്യത്തെയും മഞ്ചു രാജവംശം സപ്പോർട്ട് ചെയ്തു.
സം സീക്രട്ട് ഓർഗനൈസേഷൻസ് ഇൻ ചൈന റിവോൾട്ടഡ് എഗൻസ്റ്റ് ഇറ്റ്. ഇതിനെതിരെ ചൈനയിലെ ചില രഹസ്യ സംഘടനകൾ കലാപം നടത്തി. ഇൻ 1900 1900 ചൈനയിലെ ചില രഹസ്യ സംഘടനകൾ മഞ്ചു രാജവംശത്തിനെതിരെ കലാപം നടത്തിയത്. ഇൻ 1900 some secret organizations in China revolted against മഞ്ചു ഡൈനാസ്റ്റി. മഞ്ചു രാജവംശത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് ചൈനയിലെ രഹസ്യ സംഘടനകൾ 1900 കലാപം നടത്തിയത്. Their emblem, ഈ രഹസ്യ സംഘടനകളുടെ മുദ്രയായിരുന്നു, അടയാളമായിരുന്നു ബോക്സേഴ്സ് ഫിസ്റ്റ്. Their emblem was boxer's fist. ഫിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ ഈ മുഷ്ടിയാണ്, കൈയുടെ ഈ ചുരുട്ടുന്ന ഭാഗമാണ് ഫിസ്റ്റ്. ഇത്രയും ഭാഗമാണ് ഫിസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇത്രയും ഭാഗം ഫിസ്റ്റ്. ഈ രഹസ്യ സംഘടനകളുടെ എംബ്ലം, അടയാളം, മുദ്ര ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. സോ ദിസ് റെബല്യൻ ഈസ് നോൺ ആസ് ബോക്സർ റെബല്യൻ. അതുകൊണ്ട് ഈ കലാപം ബോക്സർ കലാപം എന്നാണ് അറിയപ്പെടുന്നത്. Though this rebellion was a failure, ഈ റെബല്യൻ പരാജയമായിരുന്നെങ്കിലും it stimulated the revolutions that came up later. ഈ കലാപത്തെ മഞ്ചു രാജവംശം അടിച്ചമർത്തി. ഈ കലാപം പരാജയപ്പെട്ടെങ്കിലും പിന്നീടുണ്ടായ പല കലാപങ്ങൾക്കും ഇത് പ്രചോദനമായി മാറി. ബോക്സർ കലാപത്തെ മഞ്ചു രാജവംശം അടിച്ചമർത്തി. മഞ്ചു രാജവംശത്തിനെതിരെയാണ് ചൈനയിലെ ചില രഹസ്യ സംഘടനകൾ നടത്തിയ കലാപമാണ് ബോക്സർ കലാപം. ആ കലാപത്തെ മഞ്ചു രാജവംശം അടിച്ചമർത്തി. അപ്പോൾ ബോക്സർ കലാപം ഫെയില്യൂർ ആയിരുന്നു, പരാജയമായിരുന്നു, വിജയിച്ചില്ല. ഈ കലാപം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ചൈനയിൽ ഉണ്ടായ പല കലാപങ്ങൾക്കും ഈ ബോക്സർ കലാപം ഇൻസ്പിറേഷനായി മാറി, പ്രചോദനം നൽകി. What is Boxer Rebellion? Manchu dynasty in China forward foreign intervention and domination. Manchu dynasty in China forward foreign intervention and domination. ചൈനയിലെ മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനെയും ഡോമിനേഷനെയും അംഗീകരിച്ചു. മഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫോർവേഡ് ഫോറിൻ ഇന്റർവെൻഷൻ ആൻഡ് ഡോമിനേഷൻ. Some secret organizations in China revolted against it in 1900. എന്നാൽ ചൈനയിലെ ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ 1900 കലാപം നടത്തി. Their emblem was boxer's fist. അവരുടെ അടയാളം ബോക്സർമാരുടെ ഫിസ്റ്റ് ആയിരുന്നു, മുഷ്ടിയായിരുന്നു. So this rebellion is known as Boxer Rebellion. അതുകൊണ്ട് ഈ കലാപത്തെ ബോക്സർ കലാപം എന്നറിയപ്പെടുന്നു. Though this rebellion was a failure, it stimulated the revolutions that came up later. ഈ കലാപം പരാജയമായിരുന്നെങ്കിലും പിന്നീട് ചൈനയിൽ നടന്ന പല കലാപങ്ങൾക്കും പ്രചോദനം നൽകിയത് ഈ കലാപമായിരുന്നു, ബോക്സർ കലാപമായിരുന്നു. ഇത്രയുമാണ് ബോക്സർ കലാപത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. In 1911, another rebellion or revolution broke out in China against Manchu dynasty under the leadership of Dr. Sun Yat-sen, the founder of Kuomintang Party. ചൈനയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി. ഇന്ന് ചൈനയിൽ ഒരേ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോൾ ചൈനയിലുള്ള ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്നാൽ ചൈനയിലെ ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി, ഫൗണ്ടഡ് ബൈ ഡോക്ടർ സൺ യാറ്റ്-സെൻ. ഡോക്ടർ സൺ യാറ്റ്-സെൻ രൂപീകരിച്ച പൊളിറ്റിക്കൽ പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി. ആ കുമിന്താങ് പാർട്ടിയുടെ ലീഡറായിരുന്ന ഡോക്ടർ സൺ യാറ്റ്-സെന്റെ നേതൃത്വത്തിൽ, കുമിന്താങ് പാർട്ടിയുടെ നേതാവായിരുന്ന ഡോക്ടർ സൺ യാറ്റ്-സെന്റെ നേതൃത്വത്തിൽ 1911 മഞ്ചു രാജവംശത്തിനെതിരെ ഒരു കലാപം നടന്നു, ഒരു റവല്യൂഷൻ നടന്നു. And the Manchu dynasty was overthrown from China. ഈ കലാപത്തെ തുടർന്ന് മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും and a government came into power in China under the leadership of Dr. Sun Yat-sen and China became a republic. അങ്ങനെ ഡോക്ടർ സൺ യാറ്റ്-സെന്റെ നേതൃത്വത്തിൽ ചൈനയിൽ ഒരു ഗവൺമെന്റ് നിലവിൽ വരികയും ചൈന ഒരു റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. 1911 കലാപത്തെ തുടർന്ന് ചൈനയിൽ മൊണാർക്കി അവസാനിച്ചു. ചൈന ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി.
1911 ചൈന ഒരു റിപ്പബ്ലിക്കായി മാറുന്നത്. In 1911, a revolution took place in China under the leadership of Dr. Sun Yat-sen, the leader of Kuomintang party, against Manchu dynasty. After the rebellion or revolution, a government came into power in China under the leadership of Dr. Sun Yat-sen, and China became a republic in 1911. The Manchu dynasty was overthrown from power. 1911 ഡോക്ടർ സൺ യാറ്റ്-സെന്റെ നേതൃത്വത്തിൽ ചൈനയിൽ നടന്ന കലാപത്തെ തുടർന്ന് ചൈനയിൽ മഞ്ചു രാജവംശത്തെ പുറത്താക്കുകയും അങ്ങനെ ചൈന ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. ഒരിക്കൽ കൂടി, in 1911 a revolution broke out in China under the leadership of Dr. Sun Yat-sen, the founder of Kuomintang party. Kuomintang പാർട്ടിയുടെ സ്ഥാപക നേതാവായിരുന്ന ഡോക്ടർ സൺ യാറ്റ്-സെന്റെ നേതൃത്വത്തിൽ 1911 ചൈനയിലെ രാജവംശമായ മഞ്ചു രാജവംശത്തിനെതിരെ ഒരു കലാപം നടന്നു. And the Manchu dynasty was overthrown from power. അങ്ങനെ മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. അല്ലെങ്കിൽ as a result of this revolution, monarchy came to an end in China. ചൈനയിൽ മൊണാർക്കി അവസാനിച്ചു, രാജഭരണം അവസാനിച്ചു. അതായത് മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. 1911 ഡോക്ടർ സൺ യാറ്റ്-സെന്റെ നേതൃത്വത്തിൽ നടന്ന കലാപത്തെ തുടർന്ന് ചൈനയിൽ മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ചൈന ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. ഡോക്ടർ സൺ യാറ്റ്-സെൻ believed the ideas like democracy, nationalism, socialism. ഡോക്ടർ സൺ യാറ്റ്-സെൻ ദേശീയത, നാഷണലിസം, ഡെമോക്രസി, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. വാട്ട് ആർ ദ ഐഡിയാസ് ഓഫ് ഡോക്ടർ സൺ യാറ്റ്-സെൻ? ഡോക്ടർ സൺ യാറ്റ്-സെന്റെ ആദർശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഡെമോക്രസി, സോഷ്യലിസം ആൻഡ് നാഷണലിസം. നാഷണലിസം ദേശീയത, ഡെമോക്രസി ജനാധിപത്യം, സോഷ്യലിസം സ്ഥിതി സമത്വം എന്നീ ആശയങ്ങളിൽ ഡോക്ടർ സൺ യാറ്റ്-സെൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ഡോക്ടർ സൺ യാറ്റ്-സെൻ ബിലീവ്ഡ് ദി ഐഡിയാസ് ലൈക്ക് ഡെമോക്രസി ജനാധിപത്യം, നാഷണലിസം ദേശീയത, സോഷ്യലിസം സ്ഥിതി സമത്വം എന്നീ ആശയങ്ങളിൽ അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. വാട്ട് ആർ ദ മെയിൻ ഐഡിയാസ് ഓഫ് ഡോക്ടർ സൺ യാറ്റ്-സെൻ? സൺ യാറ്റ്-സെന്റെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു? നാഷണലിസം ദേശീയത, ഡെമോക്രസി ജനാധിപത്യം, സോഷ്യലിസം സ്ഥിതി സമത്വം. സ്ഥിതി സമത്വം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് എല്ലാവരും ഒരേ സാമ്പത്തിക അവസ്ഥയിലുള്ള ഒരു അവസ്ഥയാണ് സ്ഥിതി. അവിടെ സമ്പന്നരും ഉണ്ടാവില്ല, ദരിദ്രരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയാണ് സ്ഥിതി സമത്വം എന്ന് പറയുന്നത്. വളരെ സമ്പന്നരായ ആളുകൾ ഉണ്ടാവില്ല, വളരെ പൂറായ ആളുകളും ഉണ്ടാവില്ല. എല്ലാവരും മീഡിയം ടൈപ്പ് ആൾക്കാരായിരിക്കും, മീഡിയം സാമ്പത്തിക അവസ്ഥയിലുള്ളവരായിരിക്കും. അതാണ് സ്ഥിതി സമത്വം എന്ന് പറയുന്നത്. നാഷണലിസം എന്നതുകൊണ്ട് ഡോക്ടർ സൺ യാറ്റ്-സെൻ ഉദ്ദേശിച്ചത് ടു എക്സ്പെൽ മഞ്ചു ഡൈനാസ്റ്റി ഫ്രം പവർ, മഞ്ചു ഡൈനാസ്റ്റി ആൻഡ് ഇമ്പീരിയൽ പവേഴ്സ്. ചൈനയിൽ നിന്ന് മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക എന്നതാണ് നാഷണലിസം എന്നതുകൊണ്ട് ഡോക്ടർ സൺ യാറ്റ്-സെൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നാഷണലിസം എന്നതുകൊണ്ട് ഡോക്ടർ സൺ യാറ്റ്-സെൻ ഉദ്ദേശിച്ചത് മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, വിദേശ രാജ്യങ്ങളെ ചൈനയിൽ നിന്ന് പുറത്താക്കുക. ദാറ്റ് ഈസ് നാഷണലിസം. നാഷണലിസം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? ടു എക്സ്പെൽ മഞ്ചു ഡൈനാസ്റ്റി ഫ്രം പവർ ആൻഡ് ഇമ്പീരിയൽ പവേഴ്സ് ഫ്രം ചൈന. മഞ്ചു ഡൈനാസ്റ്റിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, വിദേശ രാജ്യങ്ങളെ സാമ്രാജ്യത്വ ശക്തികളെ ചൈനയിൽ നിന്ന് പുറത്താക്കുക. ഇതാണ് നാഷണലിസം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഡെമോക്രസി എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഇൻ ചൈന. ചൈനയിൽ രാജഭരണം അവസാനിച്ച് ചൈനയെ ഒരു ജനാധിപത്യ രാജ്യമാക്കി മാറ്റുക. ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഇൻ ചൈന, ദാറ്റ് ഈസ് ഡെമോക്രസി. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ടു അബോളിഷ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. പ്രൈവറ്റ് പ്രോപ്പർട്ടി അവസാനിപ്പിക്കുക. ടു കൺട്രോൾ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഈക്വലി.
ക്യാപിറ്റൽ, മൂലധനം, രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുക. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഈക്വലി, എല്ലാവർക്കും തുല്യമായി ഭൂമി വിതരണം ചെയ്യുക. ഇതാണ് അദ്ദേഹം സോഷ്യലിസം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഡോക്ടർ സണ്ണിയേഴ്സൺ ഇൻട്രൊഡ്യൂസ്ഡ് സെവറൽ റവല്യൂഷണറി റിഫോംസ് ഇൻ ചൈന. ചൈനയിൽ ചില വിപ്ലവകരങ്ങളായ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു ഡോക്ടർ സണ്ണിയേഴ്സൺ. ഡോക്ടർ സണ്ണിയേഴ്സൺ വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ചൈന. ചൈനയുടെ ഒന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ സണ്ണിയേഴ്സൺ. ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെവറൽ റിഫോംസ്. ഡോക്ടർ സണ്ണിയേഴ്സൺ decided to nullify the unjust treaties signed with foreign powers. വിദേശ രാജ്യങ്ങളുമായി മഞ്ജു രാജവംശം ഒപ്പിട്ട എല്ലാ അന്യായമായ കരാറുകളും ഡോക്ടർ സണ്ണിയേഴ്സന്റെ ഗവൺമെന്റ് റദ്ദാക്കി, നള്ളിഫൈ ചെയ്തു. The government of Dr. Sannyasin decided to cancel all the unjust treaties signed with imperial powers or foreign countries. വിദേശ രാജ്യങ്ങളുമായി ഒപ്പിട്ടിരുന്ന എല്ലാ അന്യായമായ കരാറുകളും അദ്ദേഹം റദ്ദാക്കി. അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഓഫ് ഡോക്ടർ സണ്ണിയേഴ്സൺ അഡോപ്റ്റഡ് മെഷേഴ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. കൃഷിയുടെയും വ്യവസായത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി പല റിഫോംസും പല പരിഷ്കാരങ്ങളും അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കി. ദ ഗവൺമെന്റ് ഓഫ് ഡോക്ടർ സണ്ണിയേഴ്സൺ ഇൻട്രൊഡ്യൂസ്ഡ് adopted several measures for the progress of agriculture and industry. കൃഷിയുടെയും വ്യവസായത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി പല പരിഷ്കാരങ്ങളും സണ്ണിയേഴ്സന്റെ ഗവൺമെന്റ് നടപ്പിലാക്കി. What are the reforms of Dr. Sannyasin? What are the reforms of the government of Dr. Sannyasin? The government of Dr. Sannyasin decided to nullify the unjust treaties signed with foreign powers or foreign countries. വിദേശ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ എല്ലാ അന്യായമായ ട്രീറ്റികൾ, കരാറുകൾ റദ്ദാക്കാൻ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് തീരുമാനിച്ചു. And his government adopted measures for the progress of agriculture and industry. കൃഷിയുടെയും വ്യവസായത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി സണ്ണിയേഴ്സന്റെ ഗവൺമെന്റ് പല നടപടികളും കൈക്കൊണ്ടു. The government of Dr. Sannyasin adopted measures for the progress of agriculture and industry. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ റിഫോംസ്. ചിയാങ് കൈഷേക്, the follower of Dr. Sannyasin. Dr. Sannyasin was the first president of Chinese Republic. ചൈനയുടെ ഒന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ സണ്ണിയേഴ്സൺ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഡോക്ടർ സണ്ണിയേഴ്സൺ, ചിയാങ് കൈഷേക് became the president of China. ചിയാങ് കൈഷേക് ascertained military autocracy in China. ഡോക്ടർ സണ്ണിയേഴ്സന്റെ മരണത്തെ തുടർന്ന് ചൈനയുടെ രണ്ടാമത്തെ പ്രസിഡന്റായി അധികാരത്തിൽ വന്ന ചിയാങ് കൈഷേക് ചൈനയിൽ സൈനിക ഏകാധിപത്യം നടപ്പിലാക്കി. സൈന്യത്തെ ഉപയോഗിച്ച് തൻ്റെ എതിരാളികളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് ചിയാങ് കൈഷേക് നടപ്പിലാക്കിയത്. ചിയാങ് കൈഷേക്, the follower of Dr. Sannyasin, the second president of China, ascertained military autocracy in China. ഡോക്ടർ സണ്ണിയേഴ്സന്റെ പിൻഗാമിയും ചൈനയുടെ രണ്ടാമത്തെ പ്രസിഡന്റുമായിരുന്ന ചിയാങ് കൈഷേക് ചൈനയിൽ സൈനിക ഏകാധിപത്യം നടപ്പിലാക്കി. He gave opportunity for foreign powers including China to interfere. He gave opportunity for foreign powers including America to interfere in China. അമേരിക്കയെ പോലുള്ള വിദേശ രാജ്യങ്ങളെ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അദ്ദേഹം അനുവദിച്ചു. ചിയാങ് കൈഷേക് ascertained military autocracy in China. He gave opportunity for foreign powers including America to interfere the internal affairs of China. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളെ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അദ്ദേഹം അനുവദിച്ചു. He did not cooperate with the communists. കമ്മ്യൂണിസ്റ്റുകളുമായി സഹകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കമ്മ്യൂണിസ്റ്റുകളുമായി അദ്ദേഹം സഹകരിച്ചില്ല. He brutally suppressed the communists who opposed his wrong policies. തൻ്റെ തെറ്റായ നയങ്ങളെ, ചിയാങ് കൈഷക്കിന്റെ തെറ്റായ നയങ്ങളെ എതിർത്ത കമ്മ്യൂണിസ്റ്റുകളെ അദ്ദേഹം മൃഗീയമായി അടിച്ചമർത്തി. During this time, Mao Zedong
rose to the leadership of the Communist Party. ഈ കാലഘട്ടത്തിൽ മാവോ സേഡോങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി ഉയർന്നു വന്നു. മാവോ സേഡോങ് rose to the leadership of the Communist Party. In 1934, a march started under the leadership of Mao Zedong from Kiangsi. ചൈനയിലെ ഒരു പ്രവിശ്യയായ കിയാങ്സിയിൽ നിന്ന് മാവോ സേഡോങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് ആരംഭിച്ചു. ആൻഡ് ദിസ് മാർച്ച് ended at യെനാൻ. ഈ മാർച്ച് യെനാനിലാണ് അവസാനിച്ചത്. കിയാങ്സി എന്ന പ്രവിശ്യയിൽ ആരംഭിച്ച മാർച്ച് യെനാനിൽ അവസാനിച്ചു. ദിസ് മാർച്ച് covered 12,000 kilometers on foot. ഈ മാർച്ച് 12,000 കിലോമീറ്റർ കവർ ചെയ്തു. 12,000 കിലോമീറ്റർ ദൂരം മാവോ സേഡോങ്ങും അദ്ദേഹത്തിന്റെ അനുയായികളും കാൽനടയായി സഞ്ചരിച്ചു. Throughout the journey, they captured agricultural land and villages from landlords and distributed to the peasants. ഈ മാർച്ചിലുടനീളം കമ്മ്യൂണിസ്റ്റുകൾ, മാവോ സേഡോങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ കാർഷിക ഗ്രാമങ്ങളും ജന്മിമാരുടെ കൃഷിഭൂമിയും പിടിച്ചെടുക്കുകയും ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ദിസ് മാർച്ച് ഈസ് നോൺ ആസ് ലോങ് മാർച്ച്. ഈ മാർച്ചിനെയാണ് ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചിയാങ് കൈഷക്, the follower of Dr. Sun Yat-sen, ascertained military autocracy in China. ഡോക്ടർ സൺ യാറ്റ്-സെന്റെ പിൻഗാമിയായിരുന്ന ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യം നടപ്പിലാക്കി. He gave opportunity for foreign powers, including America, to freely interfere in China. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ചിയാങ് കൈഷക് അനുവദിച്ചു. He did not cooperate with the communists. കമ്മ്യൂണിസ്റ്റുകളുമായി സഹകരിച്ചില്ല. And the communists, he brutally suppressed the communists who opposed his wrong policies. അത് തൻ്റെ തെറ്റായ നയങ്ങളെ എതിർത്ത കമ്മ്യൂണിസ്റ്റുകളെ അദ്ദേഹം ക്രൂരമായി മൃഗീയമായി അടിച്ചമർത്തി. During this time, Mao Zedong rose to the leadership of the Communist Party. ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സേഡോങ് ഉയർന്നു വന്നു. മാവോ സേഡോങ് became the leader of the Communist Party. In 1934, a march started under the leadership of Mao Zedong from Kiangsi. 1934 മാവോ സേഡോങ്ങിന്റെ നേതൃത്വത്തിൽ കിയാങ്സി എന്ന പ്രവിശ്യയിൽ നിന്ന് ഒരു മാർച്ച് ആരംഭിച്ചു. This march ended at യെനാൻ. This adventurous trip, ഈ സാഹസിക യാത്ര യെനാൻ എന്ന പ്രവിശ്യയിലാണ് അവസാനിച്ചത്. This march covered 12,000 kilometers on foot. Throughout the march, agricultural land and villages were seized out and distributed it to the peasants. ജന്മിമാരുടെ കൃഷിഭൂമിയും കാർഷിക ഗ്രാമങ്ങളും പിടിച്ചെടുക്കുകയും അത് കർഷകർക്ക് വിതരണം നടത്തുകയും ചെയ്തു. ദിസ് മാർച്ച് ഈസ് നോൺ ആസ് ലോങ് മാർച്ച്. ഈ മാർച്ച് ലോങ് മാർച്ച് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. In 1934, a march started under the leadership of Mao Zedong from Kiangsi. This adventurous trip ended at Yan'an. This march covered 12,000 kilometers on foot. Throughout the march, the communists under the leadership of Mao Zedong seized out agricultural land and villages and distributed it to the peasants. Hence, Mao Zedong and the Communist Party became the symbol of the struggle against foreign powers. Finally, അങ്ങനെ മാവോ സേഡോങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിദേശികൾക്കെതിരെയുള്ള സമരത്തിന്റെ സിംബലായി മാറി. Mao Zedong
Mao Zedong and the Communist Party became the symbol of the struggle against foreign powers. Chiang Kai-shek seek political asylum in Taiwan when the communists under the leadership of Mao Zedong captured the center of Kuomintang rule. മാവോ സേഡോങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ കോമിന്റാങ് ഭരണത്തിന്റെ കേന്ദ്രം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതോടെ ചിയാങ് കൈഷക് ചൈനയുടെ അയൽ രാജ്യമായ തായ്വാനിലേക്ക് രക്ഷപ്പെട്ടു. ചിയാങ് കൈഷക് സീക്ക് പൊളിറ്റിക്കൽ അസൈലം ഇൻ തായ്വാൻ when the communists under the leadership of Mao Zedong captured the center of Kuomintang rule. കോമിന്റാങ് ഭരണത്തിന്റെ കേന്ദ്രം മാവോ സേഡോങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതോടെ ചിയാങ് കൈഷക് തായ്വാനിലേക്ക് രക്ഷപ്പെടുകയും as a result People's Republic was established in China on 1st October 1949. അങ്ങനെ 1949 ഒക്ടോബർ മാസം 1-ാം തീയതി ചൈനയിൽ ജനകീയ റിപ്പബ്ലിക്, ചൈന ഒരു ജനകീയ റിപ്പബ്ലിക്കായി മാറി. ചൈന became a republic in 1911. ചൈന ഒരു ജനാധിപത്യ രാജ്യമായി മാറുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആകുന്നത് 1911. ചൈന became a republic in 1911, but China became People's Republic in 1949. 1911 ചൈനയിൽ മൊണാർക്കി, രാജഭരണം അവസാനിക്കുകയും ചൈന ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആവുകയും ചെയ്തു. ചൈന ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയത് 1911. എന്നാൽ ചൈന ജനങ്ങളുടെ റിപ്പബ്ലിക് ആയത് പീപ്പിൾസ് റിപ്പബ്ലിക്. ചൈന became People's Republic in 1949, October 1st. October 1st, വേൾഡ് ഓൾഡ് ഏജ് ഡേ, ലോക വൃദ്ധ ദിനം. ലോക വൃദ്ധ ദിനമാണ് ഒക്ടോബർ 1. ഒക്ടോബർ 1-നാണ് 1949 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് ചൈന ജനങ്ങളുടെ റിപ്പബ്ലിക്കായി മാറുന്ന. പീപ്പിൾസ് റിപ്പബ്ലിക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ചൈന ഓൺ 1st October 1949. ചൈന became a republic in 1911. China became People's Republic in 1949, October 1st. Examine, ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. Examine the circumstances that led to the establishment of People's Republic in China. ചൈനയിൽ People's Republic എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, സ്ഥാപിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്ത്? Chiang Kai-shek, the follower of Dr. Sun Yat-sen, ascertained a military autocracy in China. He gave opportunity for foreign powers including America to freely interfere in China. He did not cooperate with the communists. He brutally suppressed the communists who opposed his wrong policies. During this period, Mao Zedong became the leader of the Communist Party. In 1934, a march started under the leadership of Mao Zedong from Jiangxi. The adventurous trip ended at Yan'an. Throughout the journey, the communists under the leadership of Mao Zedong captured agricultural land and villages from landlords and distributed it to the peasants. This march covered 12,000 kilometers on foot. Hence, this march is known as Long March. Thus, Mao Zedong and the Communist Party became the symbol of the struggle against foreign powers. Foreign powers, വിദേശ ശക്തികൾക്കെതിരെയുള്ള സമരത്തിന്റെ പ്രതീകമായി മാറി മാവോ സേഡോങ്ങും കമ്മ്യൂണിസ്റ്റുകളും. Chiang Kai-shek seek political asylum in Taiwan when the Red Army of Mao Zedong defeated the White Army of Chiang Kai-shek. അങ്ങനെ മാവോ സേഡോങ്ങിന്റെ റെഡ് ആർമി ചിയാങ് കൈഷക്കിന്റെ വൈറ്റ് ആർമിയെ പരാജയപ്പെടുത്തിയതോടെ ചിയാങ് കൈഷക് ചൈനയുടെ അയൽ രാജ്യമായ തായ്വാനിലേക്ക് ഒളിച്ചോടി. ചിയാങ് കൈഷക് സീക്ക് പൊളിറ്റിക്കൽ അസൈലം ഇൻ തായ്വാൻ ഓർ ഫോർമോസ. തായ്വാന്റെ മറ്റൊരു പേരാണ് ഫോർമോസ. ചൈനയുടെ ഒരു അയൽ രാജ്യമാണ് തായ്വാൻ അല്ലെങ്കിൽ ഫോർമോസ. തായ്വാനിലേക്ക് അല്ലെങ്കിൽ ഫോർമോസയിലേക്ക് ചിയാങ് കൈഷക് അഭയം തേടി. ആൻഡ്
പീപ്പിൾസ് റിപ്പബ്ലിക് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ചൈന ഓൺ 1st October 1949. അങ്ങനെ 1949 ഒക്ടോബർ 1 ചൈനയിൽ പീപ്പിൾസ് റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെട്ടു. ചൈന ഒരു ജനകീയ റിപ്പബ്ലിക്കായി മാറി. ആൻഡ് ചൈന ബിക്കെയിം ദ സെക്കൻഡ് കമ്മ്യൂണിസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ലോകത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി മാറി 1949. On 1st October 1949, People's Republic was established in China and China became the second communist country in the world. ലോകത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി ചൈന മാറുകയും ചെയ്തു 1949 ഒക്ടോബർ 1. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു.